ഫുട്ബോൾ ലോകത്ത് ഇപ്പോൾ മറ്റൊരു ചർച്ച സജീവമാണ്. ഇത്തവണത്തെ ബാലൻ ഡിയോർ പുരസ്കാരം ആര് നേടുമെന്നാണ് ചർച്ച. ഫ്രഞ്ച് ഫുട്ബോൾ മാസികയായ ഫ്രാൻസ് ഫുട്ബോളും യൂറോപ്യൻ ഫുട്ബോൾ ഭരണസമിതിയായ യുവേഫയും ചേർന്നാണ് ബാലൻ ഡിയോർ പുരസ്കാരം സമ്മാനിക്കുന്നത്. ഒക്ടോബർ 26 ലണ്ടനിലാണ് ഇത്തവണ ബാലൻ ഡിയോർ ചടങ്ങ് നടക്കുക. റോഡ്രി, ഹാരി കെയ്ൻ, ലമീൻ യമാൽ, കിലിയൻ എംബാപ്പെ, ലയണൽ മെസ്സി തുടങ്ങിയവരിൽ നിന്ന് തന്നെയാകും ഇത്തവണത്തെ വിജയി ഉണ്ടാകുക. അതിൽ തന്നെ ലോകകപ്പിലെ മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ നേടിയ സ്പെയിൻ ക്യാപ്റ്റൻ റോഡ്രിയെ തേടി ഒരിക്കൽ കൂടി ബാലൻ ഡിയോർ എത്തിയാൽ അത്ഭുതപ്പെടേണ്ട. സ്പെയിനെ ലോക ചാമ്പ്യന്മാരാക്കുന്നതിൽ റോഡ്രി വഹിച്ച പങ്ക് വളരെ വലുതാണ്. കഴിഞ്ഞ സീസണിൽ പരിക്കിനെ തുടർന്ന് ക്ലബ് ഫുട്ബോളിൽ സിറ്റിക്കായി കുറേയധികം മത്സരങ്ങൾ റോഡ്രിക്ക് നഷ്ടമായിരുന്നു. 2024 റോഡ്രി ആയിരുന്നു ബാലൻ ഡിയോർ നേടിയതും. ഇംഗ്ലീഷ് ക്യാപ്റ്റൻ ഹാരി കെയ്നാണ് പ്രവചനങ്ങളിൽ മുന്നിലുള്ള താരം. സീസണിൽ ബയൺ മ്യൂണിക്കിനായി മിന്നുന്ന പ്രകടനമാണ് ഹാരി കെയ്ൻ നടത്തിയത്. 51 കളികളിൽ നിന്ന് നേടിയ 61 ഗോളുകൾ സീസണൽ റെക്കോർഡാണ്. ബുണ്ടസ് ലീഗയ്ക്ക് പുറമെ ജർമ്മൻ സൂപ്പർ കപ്പും ടീമിന് നേടിക്കൊടുത്തു. ബയണിനൊപ്പം നേടിയ കിരീടങ്ങൾ കെയ്ന് ബാലൻ ഡിയോർ നേടിക്കൊടുത്തേക്കുമെന്ന് കരുതുന്നവർ ഏറെയാണ്. എന്നാൽ ലോകകപ്പിൽ ടീമിനെ സെമി വരെ എത്തിക്കാനേ കെയ്ന് കഴിഞ്ഞുള്ളൂ. തുടക്കത്തിൽ മികച്ച പ്രകടനം നടത്തിയ കെയ്ൻ ക്വാർട്ടറിലും സെമിയിലും നിരാശപ്പെടുത്തുകയും ചെയ്തു. എങ്കിലും 6 ഗോളുകൾ ഈ ലോകകപ്പിൽ കെയ്ൻ അടിച്ചുകൂട്ടിയിരുന്നു. സ്പെയിന്റെ കൗമാര താരം ലമീൻ യമാലിനും സാധ്യത കൽപ്പിക്കുന്നവർ ഏറെയാണ്. 19 വയസ്സിനുള്ളിൽ തന്നെ ലോകകപ്പും യൂറോ കപ്പും ഉയർത്തിയിട്ടുണ്ട് യമാൽ. ഇത്തവണ സ്പെയിനെ ജേതാക്കളാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. ബാഴ്സലോണയ്ക്കായി നിറഞ്ഞു കളിച്ച യമാൽ കറ്റലന്മാരെ ലാലിഗയിലും സ്പാനിഷ് സൂപ്പർ കപ്പിലും ജേതാക്കളാക്കുകയും ചെയ്തു. ലോകകപ്പിൽ 1 ഗോൾ മാത്രമാണ് നേടിയതെങ്കിലും യമാലിന്റെ ഇമ്പാക്റ്റ് വളരെ വലുതായിരുന്നു. ബാഴ്സയ്ക്കായി 45 മത്സരങ്ങളിൽ നിന്ന് 24 ഗോളും 18 അസിസ്റ്റും സ്വന്തമാക്കി. ബാലൻ ഡിയോർ ഏറ്റവും അധികം കൈവശമുള്ള ലയണൽ മെസ്സി ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ആ പുരസ്കാരത്തിന് അവകാശം ഉന്നയിച്ചു വരികയാണ്. ഇത്തവണ ലോകകപ്പ് ഫൈനലിൽ നിരാശപ്പെടുത്തിയെങ്കിലും അർജന്റീന ഫൈനൽ വരെ എത്തിയത് പലപ്പോഴും മെസ്സിയുടെ ഒറ്റയാൾ പ്രകടനം കൊണ്ടായിരുന്നു. ഹാട്രിക് ഉൾപ്പെടെ 8 ഗോളുകളും 4 അസിസ്റ്റുമാണ് ലോകകപ്പിൽ 39-കാരന്റെ സമ്പാദ്യം. 2007 വരെ യൂറോപ്പിന് പുറത്തുള്ള പ്രകടനങ്ങൾ ബാലൻ ഡിയോറിൽ പരിഗണിക്കാറില്ലായിരുന്നു. ലോകകപ്പിലെ പ്രകടനത്തിന് പുറമെ MLS-ൽ ഇന്റർ മയാമിക്കായി നടത്തിയ പ്രകടനങ്ങളും പരിശോധിച്ചാൽ മെസ്സി 9ാം വട്ടം ബാലൻ ഡിയോർ തൂക്കാനുള്ള സാധ്യതകൾ തെളിയുന്നുണ്ട്. ലോകകപ്പിലെ ഗോൾഡൻ ബൂട്ടിന്റെ ബലത്തിൽ ഫ്രഞ്ച് താരം കിലിയൻ എംബാപ്പയും ബാലൻ ഡിയോറിൽ കണ്ണുവെക്കുന്നുണ്ട്. 2 തവണ ഗോൾഡൻ ബൂട്ട് നേടുന്ന ആദ്യ താരമായും ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരമായുമെല്ലാം എംബാപ്പെ ഈ ലോകകപ്പോടെ മാറിയിരുന്നു. എങ്കിലും ലോകകപ്പ് സെമിയിൽ സ്പെയിനോട് എംബാപ്പയുടെ ഫ്രാൻസിന് തോറ്റുമടങ്ങേണ്ടി വന്നു. ക്ലബ് ഫുട്ബോളിൽ റയൽ മാഡ്രിഡിനായി 42 ഗോളുകൾ അടിച്ചുകൂട്ടിയെങ്കിലും ഒരു കിരീടം പോലും നേടാൻ ടീമിനായില്ല. ഒക്ടോബർ 26 ലണ്ടനിലാണ് ഇത്തവണത്തെ ബാലൻ ഡിയോർ ചടങ്ങ്. ശരി, നമുക്ക് കാത്തിരുന്ന് കാണാം ബാലൻ ഡിയോർ ആർക്കായിരിക്കും.